بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين. أما بعد. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. ഒരു പ്രായമായി കഴിഞ്ഞാൽ എല്ലാവരും തലമുടി അല്ലെങ്കിൽ രോമങ്ങൾ നരയ്ക്കും എന്നതൊരു സ്വാഭാവികതയാണ്. യഥാർത്ഥത്തിൽ രോമങ്ങൾ നരയ്ക്കുക എന്നത് അള്ളാഹു തരുന്ന ഒരു ആദരവായാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. രോമങ്ങൾ നരയ്ക്കേണ്ടത് ഏത് വഴിക്കാണ് എന്നതും കൂടി നാം ആലോചിക്കണം. ആദ്യമായി തലമുടി അല്ലെങ്കിൽ രോമം നരച്ചത് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനാണ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, തലമുടി നരച്ചത് കണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അത്ഭുതത്തോടു കൂടെ അള്ളാഹുവോട് ചോദിക്കുന്നുണ്ട്, പടച്ചോനെ, എന്താണ് ഞാൻ ഈ കാണുന്നത്? ഈ നരച്ചിട്ടുണ്ടല്ലോ, വെളുത്തിട്ടുണ്ടല്ലോ. അപ്പൊ അള്ളാഹു പറഞ്ഞു, അതൊരു ആദരവാണ് എന്ന്. അള്ളാഹു ആദരിച്ചതാണ് തലമുടി നരച്ചത്. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം അപ്പൊ തന്നെ ദുആ ചെയ്തു, അല്ലാഹുമ്മ സിദ്നി വഖാറ, നിന്റെ ആ ആദരവ് എനിക്ക് കൂടുതൽ തരണേ എന്ന് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. അതായത് നര കൂടുതൽ വേണം എന്ന് ദുആരുന്നു സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്ന മിൻ ഇജ്ലാലില്ലാഹി തആല ഇക്റാമ ദിശ്ശൈബി ഫിൽ ഇസ്ലാം ഔ കമാ ഖാല. തലമുടി നരച്ച ആള് ഇസ്ലാമിക ജീവിതം നയിക്കുന്നുവെങ്കിൽ ആ കാരണവരെ ബഹുമാനിക്കൽ, അള്ളാനെ ബഹുമാനിക്കൽ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ബറക്കത്തു മഅ അകാബിരിക്കും, അങ്ങനെ തലമുടി നരച്ച ആ പ്രായമുള്ള ആളുകളുടെ കൂടെ ബർക്കത്തുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ തലമുടി നരച്ച ഒരു കാരണം ഒരു വീടിന്റെ മുൻവശത്തിരുന്ന ദിക്ർ ചൊല്ലുന്ന നമ്മുടെ വല്ലുപ്പാനും വല്ലുമ്മാനും ഒക്കെ ഓർമ്മ വരുന്നുവെങ്കിൽ അവരുള്ള കാലം ഒരു ബർക്കത്തായിരുന്നു എന്ന് പറഞ്ഞാൽ സത്യമാണെന്നേ നമ്മുടെ മനസ്സ് പറയും. തലമുടി നരച്ചത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ആവണം. അല്ലാതെ നരയ്ക്കോ? അല്ലാതെ നരപ്പിക്കലുണ്ട്. മുടിക്ക് കളറ് കൊടുക്കുന്നവരുണ്ട്. ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നേരെ തല തിരിച്ച ചെയ്യാം. ചെറുപ്പക്കാര് തലമുടി നിറം പിടിപ്പിച്ച് വെളുപ്പിച്ച് നടക്കുന്ന ചില ചുറ്റുപാടുകൾ കാണാറുണ്ട്. എന്നാൽ പ്രായമായി വരുന്നു എന്നതിന്റെ സൂചനയിൽ വെളുത്ത രോമങ്ങൾ കറുപ്പിക്കുന്ന പ്രായമുള്ളവരെയും കാണാറുണ്ട്. അള്ളാഹുവിന്റെ ഒരു ആദരവ് നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്നു എന്നുള്ളതിനെ വേണ്ടാന്ന് വെക്കാണ്. സ്വർഗത്തിൽ പോവില്ല എന്നല്ല പറഞ്ഞത്, അങ്ങനെയല്ല പറഞ്ഞത്. തലമുടി കറുപ്പിക്കുന്ന ആള് സ്വർഗത്തിൽ പോവില്ല എന്നല്ല പറഞ്ഞത്, സ്വർഗത്തിന്റെ വാസന പോലും അവന് കിട്ടില്ലെന്ന് പുണ്യ നബി. എന്റെ നേരെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയിട്ട് കാര്യമില്ല, അങ്ങനെയാണ് ഹദീസിലുള്ളത്. സ്വർഗത്തിന്റെ എത്രയോ മനോഹരമായ അതിന്റെ മണം നരകവാസിക്കും ഇടയ്ക്ക് കിട്ടാം. എന്നാൽ തലമുടിക്ക് കറുപ്പ് നിറം കൊടുക്കുന്നവർ, ആകെ ഒരു സന്ദർഭത്തിലാണ് ഈ കറുപ്പ് നിറം കൊടുക്കൽ അനുവാദമുള്ളൂ. ഹനഫി മദ്ഹബ് അനുസരിച്ച് അതിനെ വ്യാഖ്യാനിച്ചാലും അങ്ങനെ തന്നെയാണ്. ഒരു യുദ്ധ സൈന്യത്തിന്റെ മുന്നില് പോരാളികളായി മുസ്ലിം പക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ളവർ മുന്നിൽ നിന്നപ്പോ
അവർ മുഴുവനും തലമുടി നരച്ചവരാണെന്ന് ശത്രു സൈന്യം കണ്ടാൽ അവിടെ യുദ്ധക്കളത്തിൽ ഇസ്ലാമിക പക്ഷത്തിന് എന്തെങ്കിലും കൂടുതൽ ക്ഷീണമുണ്ടാകുമെന്ന് തോന്നിയാൽ ആ മുൻനിരയിൽ നിൽക്കുന്ന തലമുടി നരച്ച ആളുകളെയൊക്കെ കറുത്തതടിപ്പിക്കാം എന്നതാണ് ഫിഖ് പറയുന്നത്. അത്രേ ഉള്ളൂ. ഇന്നിപ്പോ ആരെ യുദ്ധത്തിന് പോണത്? ഇന്നെവിടെ അങ്ങനത്തെ സാഹചര്യം ഉള്ളത്? അല്ലാത്തോടത്ത് ചുവപ്പ് കളർ കൊടുക്കാവുന്നതാണ്. കളർ ഏത് കൊടുത്താൽ അത് മൈലാഞ്ചി തന്നെ വേണമെന്നില്ല, കളറ് കൊടുക്കുക എന്ന് പറഞ്ഞത്. പക്ഷെ ഉണ്ടല്ലോ, വെള്ളം ചേരുന്നതായിരിക്കണം. വെള്ളം ചേരാത്ത സാധനം തലമുടിയിൽ പിടിപ്പിച്ചാൽ നമ്മളെങ്ങാനും ജനാബത്ത് കുളിക്കുന്ന കുളികളൊന്നും സ്വഹീഹാവില്ല എന്ന് മാത്രമല്ല, നമ്മളും മരിച്ചാൽ നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കുന്നത് ആ വെള്ളം ചേരാത്ത സാധനം കൊണ്ടാണ് നിറം പിടിപ്പിച്ചതെങ്കിൽ ആ ഭാഗത്ത് വെള്ളം ചേരാത്തതിന്റെ പേരിൽ നമുക്ക് ഒരൊറ്റ ആളുടെ മയ്യത്ത് നിസ്കാരവും കിട്ടൂല. എന്തൊരവസ്ഥയാണെന്ന് നോക്കാം. മയ്യത്തിന്റെ മേലിൽ മയ്യത്തിന് വേണ്ടി ഒരാൾ മയ്യത്ത് നിസ്കാരം നടത്തിയാൽ ആ മയ്യത്ത് നിസ്കാരം അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ, ആ മയ്യത്ത് നിസ്കാരം സ്വഹീഹാവണമെങ്കിൽ മയ്യത്തിന്റെ ശുദ്ധി മുൻകടക്കണം. ഇവിടെ ശുദ്ധി പൂർണ്ണമല്ല, കാരണം വെള്ളം ചേർന്നിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത്, തലമുടി നരക്ക എന്നത് ഹബീബായ നബിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 63 വയസ്സ് വരെയുള്ള ജീവിതത്തിന്റെ ഉള്ളിൽ ആകെ നരച്ച രോമങ്ങളുടെ എണ്ണം 20-ൽ താഴെയാണ്. എന്തേ ടെൻഷൻ ഉണ്ടായില്ലേ? ഉണ്ടായി. ആ ടെൻഷൻ മനസ്സിലിട്ടില്ല, അത് കൊടുത്തു. ആരെ ഏൽപ്പിച്ചു? അള്ളാഹുവിനെ ഏൽപ്പിച്ചു. ആരോഗ്യപരമായ ജീവിതമായിരുന്നു ആയിരുന്നു. അവിടുത്തെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആരോഗ്യം മിതഭോജനമായിരുന്നു. അവിടുത്തെ കൂടെ അനുകരിച്ച് ജീവിച്ചവർക്കും രോഗങ്ങൾ ഉണ്ടായിട്ടില്ല. മദീന എന്ന പേര് ചരിത്രം വിളിക്കുന്നതിന് മുമ്പ് അതിനു മുമ്പ് വിളിച്ച മദീനയുടെ പേര് ചരിത്രം വിളിച്ചത് യസ്രിബ് എന്നാണ്. യസ്രിബ് എന്ന് പറഞ്ഞാൽ മലമ്പനിയുടെ നാട് എന്നാണ് അർത്ഥം. ഒരു നാടിന്റെ പേരാ മലമ്പനി നാട്. ആ പേരിൽ നിന്നും മദീന വലിയ ഒരു മാറ്റത്തിലേക്ക്, പട്ടണം എന്നാണ് പിന്നെ ആ നാടിന്റെ പേര് മാറിയത്. ചില ആളുകൾക്ക് പേരിടാറുണ്ട് സുന്ദരൻ എന്ന്, അല്ലേ? മലയാളത്തിലെ ഹൈന്ദവ സഹോദരങ്ങള് അങ്ങനെ ഇടാറുണ്ട്. അപ്പൊ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും അങ്ങനെ. ഹുസൈൻ, കൊച്ചു സുന്ദരൻ എന്നാണ് അതിനർത്ഥം. ജമീൽ, അജ്മൽ, ഏറ്റവും ഗ്ലാമറുള്ള ആള്. അപ്പൊ ഇവിടെ എവിടെയെങ്കിലും അല്ല ജമീല ഇരിപ്പുണ്ടെങ്കിൽ പേടിക്കേണ്ട, സുന്ദരി എന്നാണ് അർത്ഥം. ഒരു മനുഷ്യനെ സൗന്ദര്യമില്ലെങ്കിലും ആ പേരൊരു സൗന്ദര്യത്തിൽ എത്തിക്കുന്നുണ്ട്. സോറി, സൗന്ദര്യം ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല. ഒരു മനുഷ്യനെ അങ്ങനെ വിളിക്കുന്നത് സ്വാഭാവികമായിട്ടും സൗന്ദര്യത്തിലേക്ക് തോന്നിക്കാം. ഒരു കുഗ്രാമമായിരുന്നു, രോഗങ്ങളും പകർച്ചവ്യാധികളും നിറഞ്ഞ ആ ഗ്രാമത്തെ മദീന എന്ന് വിളിച്ചതോടുകൂടി അതിന്റെ പ്രൗഢി കൂടി. അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, മക്കയിൽ ഒരാൾ താമസിക്കുന്നതും മദീനയിൽ താമസിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. മക്കയിൽ ഇങ്ങനെ മലഞ്ചെരിവുകളുടെ താഴ്വാരത്തിലെ ഒരു ഇടുങ്ങിയ സ്ഥലമാണ് മക്ക. ഉമ്മുൽ ഖുറയാണ്, കുഗ്രാമം, ഗ്രാമങ്ങളുടെ ഉമ്മ, കുഗ്രാമം. മദീന അങ്ങനെയല്ല, മദീന പട്ടണമാണ്, വിശാലതയാണ്. മദീനയിലെ ബിൽഡിങ്ങുകളൊക്കെ ഒരേ വലിപ്പം, ഒരേ റോഡൊക്കെ എന്ത് രസാണ്. മക്ക അങ്ങനെയല്ല. മദീന ആ പേരിലേക്കും ആ കാണുന്ന പരിഷ്കാരങ്ങളിലേക്കും മാറും. മദീനയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന പരിഷ്കരണങ്ങൾ, ആരോഗ്യപരമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നരയെ നേരിടാനുള്ളത് കരുതിയിട്ടുണ്ടായിരുന്നു. എപ്പോഴും പറയാറുള്ളതല്ലേ നമ്മള്, മുഖൗഖിസ് രാജാവ് ഈജിപ്തിൽ നിന്ന് കുറെ സമ്മാനം കൊടുത്തു വിട്ടു. കൂട്ടത്തിൽ ഒരു സമ്മാനമായിരുന്നു റസൂലുള്ളാഹിക്ക് ഒരു ഡോക്ടർ കുറെ ദിവസമായി അവിടെ വന്നിരിക്കുന്നു, ഒരു ജോലിയില്ല അവിടെ. പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. ഇവിടെ എനിക്ക് ജോലികളൊന്നുമില്ലല്ലോ, കുറെ നാളായി. പോകാൻ നേരം ഡോക്ടർ ചോദിച്ചു, ഇവിടെ എന്താ രോഗങ്ങളില്ലാത്തത്? എനിക്ക് ജോലി രോഗം ഉണ്ടാവുമ്പോഴാണ്. അപ്പോൾ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞങ്ങൾ വിശക്കാതെ ഞങ്ങൾ ആരും ഭക്ഷണം കഴിക്കാറില്ല. അഥവാ ഭക്ഷണം കഴിച്ചാൽ വയറ് നിറയലുമില്ല. അതാണ് ഇവിടുത്തെ ആരോഗ്യമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ കായികമായും മാനസികമായും
ഒരു നര വരാനുള്ള സാധ്യതകളെ റസൂലുള്ളാഹി പ്രതിരോധിച്ചു. ഖൽബ് അല്ലാഹുവിലായിരുന്നു, ഉറക്കം കൃത്യമായിരുന്നു, ഉണർവ് കൃത്യമായിരുന്നു. അല്ലേ, അലാറം വെച്ച് കഴിഞ്ഞാൽ ക്ഷീണം കൊണ്ട് പിന്നെയും കിടക്കും. എനിക്കൊക്കെ പറ്റുന്ന സ്വഭാവം അത്. പിന്നെ ഒന്ന് തിരിഞ്ഞു മറിഞ്ഞും കിടക്കും, പ്രത്യേകിച്ച് പകലാണെങ്കിൽ. നമ്മുടെ ഉണർവിലേക്ക് മനസ്സിന്റെ ഒരു ഉണർവുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ആ ഉണർവും ഉറക്കവും എല്ലാം കൃത്യമായി കൊണ്ടുപോകാൻ കായികമായും മാനസികമായും റസൂലുള്ളാഹിക്ക് കഴിഞ്ഞ ഒരു തത്വസംഹിതയാണ് അവിടുത്തെ സുന്നത്തുകൾ, അല്ലെങ്കിൽ അവിടുത്തെ ജീവിതം, അല്ലെങ്കിൽ ശറഅ്. എന്നാൽ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എപ്പോഴാണ് തലമുടി നരച്ചതെന്നറിയോ? ആലോചിച്ച് നോക്കണം. ഒരായത്തിറങ്ങിയതിന്റെ പേരില്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തലമുടി നരച്ചത് പോലും ഒരു ആയത്തിന്റെ പ്രഖ്യാപനമാണെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. സൂറത്ത് ഹൂദിന്റെ 112-ാമത്തെ ആയത്ത്. അപ്പൊ ആ ആയത്ത് എന്തായിരിക്കും പറഞ്ഞത്? അല്ലാഹുവേ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഫസ്തഖിം കമാ ഉമിർത വമാ താബ മഅക വലാ തതഗൗ ഇന്നഹു ബിമാ തഅമലൂന ബസീർ. ഇത്രയേ ഉള്ളൂ. 20-ൽ താഴെ രോമം നിറച്ചു. عن ابن عمر رضي الله عنهما قال كان شيب رسول الله صلى الله عليه وسلم نحو من 20 شعرا. ഇബ്നു മാജ സുനനിൽ ഉദ്ധരിക്കുന്നു. ഇബ്നു ഉമർ തങ്ങൾ പറയാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ രോമം നിറച്ചിട്ടുള്ളത് ഏകദേശം 20-ൽ താഴെ. എന്താ രോമം നരയ്ക്കാൻ? എന്താണ് കാരണം? ഈ ആയത്തിന്റെ പ്രഖ്യാപനമാണെന്ന് മഹാന്മാർ പറയുന്നു. ഫസ്തഖിം കമാ ഉമിർത വമൻ താബ മഅക വലാ തതഗൗ ഇന്നഹു ബിമാ തഅമലൂന ബസീർ. പേടിച്ചുപോയി, റബ്ബിനെ പേടിച്ചുപോയി, അള്ളാഹുവിനെ പേടിച്ചുപോയി. ആര്? അള്ളാഹുവിന്റെ ഹബീബ് പേടിച്ചു. ആ പേടി തട്ടിയതാ നിറച്ചത്. മഹാനായ സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം മരിച്ചവരെ ജീവിപ്പിക്കും. അപ്പോൾ ഇസ്രായേലികൾ പറഞ്ഞു, ഇന്നലെ മരിച്ച ആളെ ഇന്ന് ജീവിപ്പിക്കുമ്പോ അത് മരിച്ചതല്ല എന്നാ ഞങ്ങൾ പറയും. ഇന്നലെ മരിച്ച ആളെ ഇന്ന് ജീവിപ്പിച്ചാൽ അയാൾ മരിച്ചിട്ടില്ല, നീ തട്ടിപ്പ് കാട്ടിയതാ എന്നാ ഞങ്ങൾ പറയും. അതുകൊണ്ട് മരിച്ചോരെ ജീവിപ്പിച്ച് അള്ളാനെ ബോധ്യപ്പെടുത്താനാണ് തീരുമാനിച്ചെങ്കിൽ ആരെ ജീവിപ്പിക്കണം എന്ന് ഞങ്ങൾ പറയാം, ആളെ ജീവിപ്പിക്കാൻ പറയും. അപ്പൊ നാട്ടിലേറ്റവും പ്രശസ്തമായ ഖബറിടമാണ് സാം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖബറിടം. നൂഹ് നബിയുടെ മകൻ സാം നബിയുടെ ഖബറിന്റെ സമീപത്തേക്ക് ഈസ നബിയെ കൊണ്ടുപോയി. ഈ ഖബറിൽ കിടക്കുന്ന സാമിനെ ജീവിപ്പിക്കാൻ പറ്റുമോ എന്നാ ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൽ ഞങ്ങൾ വിശ്വസിക്കാം. ഈസ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അത് ഏറ്റെടുക്കുകയും തയ്യാറാവുകയും ഒളു എടുത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു എന്ന് പറഞ്ഞ പോലെ മഹാനവറുകൾ അനുബന്ധമായ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് അള്ളാഹുവോട് ദുആയിരുന്നു, ഞാൻ വിളിക്കും സാം എഴുന്നേറ്റ് വന്നു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ ചരിത്ര പണ്ഡിതന്മാർ പറയുന്നു, ഈസാ അലൈഹിസ്സലാം പേര് ചൊല്ലി വിളിച്ചു. ഒരു പ്രകമ്പനത്തോടെ ഖബർ പൊട്ടി. സാം എഴുന്നേറ്റ് വന്നു അലൈഹിസ്സലാം. അപ്പോഴുണ്ട് സാം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തലമുടി മുഴുവനും നരച്ചിരിക്കാം. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, ഈ നര നിന്റെ കാലഘട്ടത്തിൽ ഇല്ലല്ലോ സാമേ, അങ്ങയുടെ കാലഘട്ടത്തിൽ ഈ നരയില്ലല്ലോ. നര വന്നിട്ട് 2000 കൊല്ലമായിട്ടുള്ളൂ, സയ്യിദുനാ ഇബ്രാഹിം. പിന്നെന്താ അങ്ങയുടെ കാലഘട്ടത്തിൽ നരയില്ലല്ലോ? സാമിനോട് ചോദിച്ച, അങ്ങ് മരണപ്പെട്ടിട്ട് എത്ര നാളായി? സാം പറഞ്ഞു, ഞാൻ 4000 കൊല്ലം മുമ്പ് മരിച്ചാണ്. 4000 കൊല്ലം മുമ്പ് മരിച്ചാണെന്ന് സാമ പറയുന്ന ഈ ചുറ്റും കൂടിയൊക്കെ ആളുകൾ കേൾക്കാം.
അപ്പൊ അങ്ങയുടെ കാലഘട്ടത്തിൽ ഈ നര ഇല്ലല്ലോ? ഇല്ല. പിന്നെന്താ ഈ നര? പേടിച്ചിട്ടാ. ഒരു പേടി പോലെ ഞാൻ എന്റെ ഖബറിൽ സുഖനിദ്രയിലായിരുന്നു. അങ്ങനെ ഉണ്ടല്ലോ, മണവാളൻ ഉറങ്ങുന്ന പോലെ നീ ഉറങ്ങണേ എന്ന് മലക്ക് പറയുന്ന ഖബറാവട്ടെ നമ്മുടെ ഖബർ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കല്യാണത്തിന്റെ അന്ന് ടെൻഷൻ ഇല്ലാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതാ? അങ്ങനെ പ്രത്യേകിച്ച് എവിടെയൊക്കെ ഓടിപ്പോവാനൊന്നുമില്ല. അന്ന് നിന്നെ ആരും ശല്യം ചെയ്യാനില്ല. നീ അന്ന് ഉറങ്ങുന്ന പോലെ ഉറങ്ങട്ടെ എന്ന് നിന്നോട് പറയുന്ന ഒരു ഖബർ ജീവിതമാവണം നിന്റെ സ്വപ്നം. അല്ലാഹു നസീബാക്കട്ടെ. അങ്ങനെ ഉറങ്ങാൻ സാമിന് കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് എന്റെ ഖബറിന്റെ ഭിത്തികൾ കുലുങ്ങുന്ന ഒരു വിളിയാളം പുറത്തു നിന്ന് വിളി വന്നത്. ഉണരുക സാമേ. അത് ഈസാ നബിയുടെ പ്രഖ്യാപനമായിരുന്നു, വിളിയായിരുന്നു. ആ കുലുക്കത്തിലും നടുക്കത്തിലും ഞാനൊന്ന് പേടിച്ചു. എന്റെ വിചാരം മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറെന്ന കാഹളത്തിൽ ഊതിയതാവാം. അങ്ങനെ ഞാൻ വിചാരിച്ചു. അങ്ങനെയാ ഞാൻ വിചാരിച്ചത്. സൂറെന്ന കാഹളത്തിൽ ഇസ്രാഫീൽ ഊതിയതാവാം. അപ്പൊ ഞാൻ ഒന്ന് പേടിച്ചു. അപ്പോൾ ഞാൻ പേടിച്ചതാണ് എന്റെ തലമുടി നിറച്ചതെന്ന് സയ്യിദുനാ നബിയുല്ലാഹി സാം നബി അലൈഹിസ്സലാം. അപ്പൊ പേടി വന്നാ നരയ്ക്കാം. റസൂലുള്ള പേടിച്ചു. എന്താണ് ഈ ആയത്തിൽ പറഞ്ഞത്? ഫസ്തഖിം കമാ ഉമിർത വമൻ തബ മഅക വലാ തതഗൗ. അല്ലാഹ് കൽപ്പിച്ച പോലെ ജീവിച്ചോണം നബിയേ. പേടിക്കൂലേ? അങ്ങയോട് എങ്ങനെ ജീവിക്കണമെന്ന് കൽപ്പനയുണ്ടോ അതുപോലെ ജീവിച്ചോണം. വമൻ തബ മഅക, അങ്ങയുടെ കൂടെ അല്ലാഹ് തൗബ സ്വീകരിച്ചവരും അതുപോലെ ജീവിച്ചോണേ. വലാ തതഗൗ, ഭൂമിയിൽ നിങ്ങളായി കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കല്ലേ. പേടിച്ചു പോകൂലോ. ഞാൻ എന്തോ ഒരു കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ടാവാം, ഞാൻ എന്തോ ഒരു അരുതായ്മ ചെയ്തിട്ടുണ്ടാവാം. പേടിയാവുമല്ലോ സയ്യിദുനാ റസൂലുള്ളാഹി. പേടിച്ചരണ്ടു പോകുമല്ലോ. അള്ളാഹുവിന്റെ പ്രഖ്യാപനമാ. അള്ളാഹുവോട് സ്നേഹത്തിന്റെ വാശി കാണിക്കാറുണ്ട്, അള്ളാഹുവോട് സ്നേഹത്തിന്റെ പിണക്കം കാണിക്കാറുണ്ട്. പക്ഷെ അള്ളാഹനെ പേടിച്ചിരുന്നു. അവിടുന്ന് പേടിച്ച പോലെ കുന്തു അഖ്ശാ ലില്ലാഹി മിൻകും, നിങ്ങളെക്കാൾ അന അഖ്ശാ ലില്ലാഹി മിൻകും. സ്വഹാബികളോട് പറഞ്ഞല്ലോ. 3 സ്വഹാബികൾ വന്നിട്ട് സ്വഹാബി വനിതകളോട്, ഹബീബിന്റെ പത്നിമാരോട് ചോദിച്ചു, റസൂലുള്ളാഹിയുടെ ഇബാദത്ത് എങ്ങനെ? പറഞ്ഞു. അവര് ഹബീബിന്റെ ഇബാദത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ അതിൽ വലിയ അത്ഭുതം തോന്നിയില്ല. ഒരു സാധാരണ, ഏകദേശം ഒരു മാക്സിമം ഒരു മുഅ്മിനിനെ കൊണ്ട് പറ്റാവുന്ന ഒരു സാധാരണ ഒരു ശൈലി. അപ്പൊ അവര് പറയാൻ തുടങ്ങി, സ്വഹീഹുൽ ബുഖാരി, ഐന നഹ്നു വറസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഹബീബിനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇവിടെ, അവിടുന്ന് എത്രയോ വലിയ പദവിയിലുള്ള ആളാ. അവിടുത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് താഴെയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ഇബാദത്ത് പോരാ. റസൂലുള്ളാഹിനെ വെച്ച് കമ്പയർ ചെയ്തിട്ട് ഇബാദത്ത് ഉണ്ട്. നമുക്ക് അങ്ങോട്ട് തീരുമാനിക്കാം. ഒരാള് തീരുമാനിച്ചു, ഞാൻ ഇന്ന് മുതൽ ഉറങ്ങൂല, രാത്രി മുഴുവൻ എനിക്ക് ഇബാദത്താണ്, നിസ്കാരം തന്നെ. അപ്പൊ മറ്റേ ആള് പറഞ്ഞു, ഞാൻ ഇന്ന് മുതൽ ഇനി ഭക്ഷണം കഴിക്കില്ല, ഞാൻ നോമ്പ് തുറയില്ലാതെ തുടർച്ചയായി മരിക്കുന്നവരെ നോമ്പെടുക്കാൻ, പട്ടിണി എടുക്കാൻ തീരുമാനിച്ചു. മൂന്നാമത്തെ ആള് പറഞ്ഞു, ഞാൻ എന്റെ കുടുംബത്തിന്റെ നേരെ ഒന്ന് ചിരിക്ക പോലുമില്ല, എന്റെ ഭാര്യയെ ഞാൻ അകറ്റി നിർത്തുമേ. അങ്ങനെ ഞാൻ ഈ ലൗകികമായ ജീവിതത്തിന്റെ സുഖാസ്വാദനങ്ങളെ വേണ്ട എന്ന് വെക്കാൻ, എനിക്ക് മക്കളും വേണ്ട, ഭാര്യയും വേണ്ട. ഒരാൾ അങ്ങനെ തീരുമാനിച്ചു. ഇത് കേട്ടുകൊണ്ടാ റസൂലുള്ളാഹി വരുന്നത്. മൂന്നാൾ ഇത് ഉറക്കെ പറഞ്ഞു. നബി തങ്ങളെ കേട്ടിട്ടു. നിങ്ങൾ പറഞ്ഞത് മൂന്നാള് പറഞ്ഞു, ഞാൻ കേട്ടു. പക്ഷേ ഞാൻ നിങ്ങളെക്കാൾ ഏറ്റവും റബ്ബിനെ ഭയക്കുന്നവനാ. അന അഖ്ശാ ലില്ലാഹി മിൻകും, അങ്ങനെ പറഞ്ഞു. അല്ലാഹനെ ഏറ്റവും പേടിക്കുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആരാ അത്രയും പേടിക്കുക?
അല്ലാത്ത പേടിയായിരുന്നു. അല്ലാഹുവോട് വാശി പിടിച്ചിട്ടുണ്ടാവാം, എന്റെ ഉമ്മത്തിന് വേണ്ടി, എന്റെ ഉമ്മത്തിന് വേണ്ടിയിട്ട് വാശി പിടിക്കാം, എന്റെ ഉമ്മത്തിന് വേണ്ടിയിട്ട് വാശി പിടിക്കാം. സ്നേഹം കാണിച്ചിട്ടുണ്ട്, ഒന്ന് കാണാൻ വേണ്ടി പോയിട്ടുണ്ട്, ഒന്ന് വന്ന് കാണാൻ, ആ സന്നിധാനത്തിലെത്താൻ. ദഇനി തഖദ്ദം യാ ഹബീബി ലാ തഖാഫ് അബ്സിർ തുനാജി റബ്ബകൽ ഖയ്യൂമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ സല്ലല്ലാഹു അലാ മുഹമ്മദ്. ജിബ്രീൽ പോലും മാറി നിന്ന് കൊടുത്തു. ജിബ്രീൽ എവിടെ നിൽക്കും? ജിബ്രീൽ അലൈഹിസ്സലാം മാറി നിന്നു. ആരും ഇന്ന് വരെ പോവാത്തൊരിടത്തേക്ക് പോയി. അത് വല്ലാത്തൊരു സംഗമമാണ്. അള്ളാനെ കാണാൻ കഴിയാ എന്നത്, അള്ളാഹുവോട് ചേരാൻ. ഫകാന ഖാബ ഖൗസൈനി ഔ അദ്നാ, അമ്പും വില്ലും ഒട്ടിയിരിക്കുന്ന പോലെ അള്ളാഹുവോട് ഒട്ടിയ ആളാ മുഹമ്മദ് മുസ്തഫ. സ്നേഹാണ് അവിടെ കണ്ടത്, ഭയങ്കര സ്നേഹം കണ്ടത്, വല്ലാത്ത സ്നേഹം. ഹബീബ് എന്ന പദവി ഖലീലിനേക്കാളും വലിയ പദവി, കലീമിനേക്കാളും വലിയ പദവിയാണ് ഖലീല്, ഖലീലിനേക്കാളും വലിയ പദവിയാണ് ഹബീബ്. ഹബീബ് ഖലീലുമാണ്, ഹബീബ് കലീമുമാണ്. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. മനസ്സിലായോ? ഹബീബ് ഖലീലാണ്, ഖലീലിന്റെ കൂടെ ഹബീബ് കലീമുമാണ്. എന്തൊക്കെയാണ് എന്തൊക്കെയാണോ അത് മുഴുവനുമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് എവിടെയൊക്കെ റബ്ബാണോ അവിടെ ഒക്കെ റഹ്മത്താണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു അൽ ആലമീന്റെ റബ്ബാണ്. വമാ അർസൽനാക ഇല്ലാ ബാക്കി റഹ്മത്തൽ ലിൽ ആലമീൻ. അൽ ആലമീന്റെ റഹ്മത്താണ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിനെ ഭയമുണ്ട്. തണുപ്പ് കൂടുമ്പോ കരിയില കൂട്ടിയിട്ടിട്ട് ചൂട് കായലുണ്ട്, അങ്ങനല്ലേ? അല്ലെങ്കിൽ അതിനുള്ള തത്തുല്യമായ സംവിധാനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഹബീബ് ഇന്നവരെ ചൂട് കാഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി ചെയ്യാത്തൊരു കാര്യം അത്. എന്നുവെച്ചാൽ ചെയ്യണ്ടെന്നല്ല. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പൊ നമ്മളെ പോലെ കാറും ജീപ്പൊന്നും ഓടിച്ചിട്ടില്ലല്ലോ. ചെയ്യണ്ടെന്നല്ല, നബി ചെയ്തിട്ടില്ല. നബി അന്ന് ആ സംവിധാനം ഉണ്ട്, ചൂട് കായുന്ന സംവിധാനം അന്ന് ഉണ്ടായിട്ട് റസൂലുള്ളാഹി ഉപയോഗിച്ചില്ല. അതിന്റെ കാരണം കേട്ടാ അത്ഭുതപ്പെടും. ഞാൻ പറയാം, ആ കാരണത്തിലേക്ക് വരാം. ഏതായാലും ആയത്ത് പൂർത്തീകരിക്കാം. ഇന്നഹു ബിമാ തഅമലൂന ബസീർ. അല്ലാഹു പറഞ്ഞ പോലെ ജീവിച്ചോണം, നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കല്ലേ. ഇന്നഹു ബിമാ തഅമലൂന ബസീർ. നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അല്ലാഹു ഉള്ളും പുറവും കാണുന്നവനാണ് ട്ടോ. ഈ ആയത്ത് ഇറങ്ങിയതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലമുടി നരച്ചതെന്ന് മഹാന്മാരായ മുഹദ്ദിസുകൾ, മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. ഉള്ളു പുകയാൻ, ചൂടെടുക്കാൻ, ഒന്ന് വിയർക്കാൻ ഇത് തന്നെ മതി. ഒന്ന് വിയർക്കാൻ ഇത് മതി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തണുപ്പ് കൂടിയാൽ ഒരിക്കലും തീ കൊണ്ട് ചൂട് കാഞ്ഞിട്ടില്ല. കാരണം റബ്ബിനോടുള്ള ഭയം ഉള്ളിൽ എപ്പോഴും ഒരു തീ പോലെ ചൂടായിരുന്നു. അതിനാൽ ഉള്ളിലെ ചൂട് കൊണ്ട് പുറത്തെ തണുപ്പിനെ പ്രതിരോധിച്ചു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എന്റെ ഉള്ളിലെ ചൂട് കൊണ്ട് പുറത്തെ തണുപ്പിനെ ഞാൻ പ്രതിരോധിച്ചു. ഒരു ചൂടുള്ളത് എന്തെങ്കിലും ഉള്ളിലേക്ക് എന്നാ എന്തെയും സ്വാഭാവികമായിട്ടും ഒന്ന് വേർക്കും. ആ വിയർക്കല് തണുപ്പിന് പ്രതിരോധമാണ്. എന്റെ ഉള്ളിലെ ചൂട് കൊണ്ട് എന്റെ പുറത്തെ തണുപ്പിനെ ഞാൻ പ്രതിരോധിച്ചു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മഹാനായ ഇസ്മാഈൽ അൽ ഹഖ് ബറൂസവി റൂഹുൽ ബയാനിൽ ആ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. സ്കൂള് വിട്ട് മക്കള് വരാൻ ഒരു 5 മിനിറ്റ് വൈകി,
തീയാണ്. എവിടെ? ഉള്ളിൽ തീയ. ആ തീയിന് പറയുന്നത് ടെൻഷനാണ്. ഈ ടെൻഷൻ കൂടിയ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? തലമുടി നരയ്ക്കും. അതാ ഇവിടെ സംഭവിച്ചത്. അള്ളാന്റെ റസൂലിന്റെ ഉള്ളിൽ തീ വന്നു. ഈ ആയത്തിറങ്ങിയ ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലം ടെൻഷനായി, അതിൽ നരച്ചുപോയി. ആ നരയാണ് ഇവിടെ കണ്ടത്. കാന ശൈബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹവൻ മിൻ 20 ശഅറ. 20നോടടുത്ത രോമങ്ങൾ ആ പുണ്യഭൂമേനയിൽ നിറച്ചിട്ടുണ്ട്. സമ്മതിക്കണോട്ടോ, 63 വയസ്സ് വരെ ജീവിച്ചിട്ടേ. എന്തൊരു റാഹത്തുള്ള ജീവിതമായിരുന്നു. എത്ര വലിയ വിഷമമുണ്ടെങ്കിലും അവിടെ നിന്ന് ഭാര്യമാരുടെ മുന്നിൽ ചെന്നാൽ മുഖം ചുളിയിലില്ല. അങ്ങനെയുണ്ട്. ഭാര്യമാരുടെ മുന്നിൽ ദേഷ്യം വരുമ്പോ പ്രകടനങ്ങളില്ല, അവിടെ പോയിരിക്കില്ല. അങ്ങനെ ഒരു ദേഷ്യം വന്നാൽ ഐഷ ബീവിയൊക്കെ മഹ്ദിയായ സൗദ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് മറ്റും ഭക്ഷണമൊക്കെ കൊണ്ടുവരുമ്പോൾ ഐഷ റളിയല്ലാഹു അൻഹയൊക്കെ അത് വലിച്ചെറിഞ്ഞിട്ടുണ്ട്, പാത്രം പൊട്ടിച്ചിട്ടുണ്ട്, ആഹാരം. സ്വഹീഹുൽ ബുഖാരി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയിട്ട് അത് മുഴുവനും അടുത്തൊരു പാത്രത്തിലേക്ക് വാരിയെടുത്തിട്ട് പൊട്ടിയതുപോലത്തെ പൂവും പടവും ചിത്രമൊക്കെ ഉള്ള അതുപോലത്തെ മറ്റൊരു പാത്രം ഇത് കൊണ്ടുവന്ന ആളുടെ കൊടുത്തിട്ട് പറഞ്ഞു, ആറത്ത് ഉമ്മുക്കും പൊയ്ക്കോ, വലിയ ദേഷ്യത്തിലെ പൊയ്ക്കോ എന്ന് പറഞ്ഞു. ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. ദേഷ്യം വരാൻ സാധ്യതയുള്ള സമയത്ത് ആണുങ്ങൾക്ക് ഒരു ടിപ്പുണ്ട്, എന്ത് പതുക്കെ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയിക്കോളും. തിരിച്ചു വരുമ്പോ വല്ലാതെ മിണ്ടരുത്, മൈൻഡ് ചെയ്യരുത്. അപ്പോ അവിടെ ഇങ്ങനെ തെർമോമീറ്റർ മുകളിലേക്ക് കയറി താഴത്തേക്ക് ഇറങ്ങും. എവിടെ പോയി കയറുന്നു? ഒന്നുമില്ല. പതുക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്നൊരു മൗനം പോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്തോ പ്രയാസം ഓർത്ത് അവിടുത്തെ ദേഷ്യമൊക്കെ പോയിട്ടുണ്ടാവും. എനിക്ക് ദേഷ്യം എന്നപ്പോ പറഞ്ഞാല് അത് മനസ്സിലായി, ഇത്രയും പറയൂ. അപ്പോ നബി തങ്ങൾ എപ്പോഴും അവിടുത്തെ കുടുംബവുമായി ആ ചിരിയും കളിയോ മാക്സിമം പെരക്കാത്ത കയറ്റിയിട്ടുള്ളൂ. അച്ചിരിയും കളിയുമാണതുകൊണ്ട് പറഞ്ഞു, ഭൂമിയിൽ നിന്ന് എനിക്ക് ആസ്വദിച്ചു മതിയാവാത്ത ഒന്നാ വീടിന്റെ അകത്ത് ഭാര്യയായിട്ടുള്ള വർത്താനം പറയില്ല. വർത്താനം പറയില്ല ധാരാളം ഉണ്ടാവണം. ഭാര്യയും ഭർത്താവ് ഒരുപാട് സംസാരിക്കണം. അത് സംസാരിക്കുന്നത് ഹക്കായ കാര്യങ്ങളായിരിക്കണം. കണ്ടുകണ്ടവന്റെ കുറ്റവും കുറവല്ല പറയേണ്ടത്, ഹക്കായ കാര്യങ്ങൾ. ചുമ്മാ പറയണം അവിടെ പോവാം, നമുക്ക് ഇൻഷാ അല്ലാഹ് അങ്ങനെ പോവാം അങ്ങനെ പോവാം എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. നല്ലതാണ്. കൂടുതൽ സംസാരിക്കണം. രണ്ടാളുകൾ കൂടുതൽ സംസാരിക്കുമ്പോഴാണ് അടുപ്പം വരാം. അത് അള്ളാഹും അവന്റെ സൃഷ്ടി നമ്മൾ കൂടുതൽ സംസാരിച്ചു വെക്കുക. അള്ളാഹിനോട് പറഞ്ഞു, പടച്ചോനെ ഈ റമദാൻ മാസം വന്നു, അങ്ങനെയൊക്കെ അങ്ങനെ കഴിഞ്ഞുകൂടി, അൽഹംദുലില്ലാ, എന്നാലും കുഴപ്പമില്ല. ഇനിയിപ്പോ അടുത്ത മാസം മുതൽ എന്ത് ചെയ്യും, മറ്റുള്ള കാര്യങ്ങൾ എങ്ങനെ, ഫീസ് അടച്ചിട്ടില്ല, അത് ഇത് മോളെ കെട്ടിക്കണം. അള്ളാഹുവിനോടൊക്കെ അങ്ങോട്ട് പറഞ്ഞു. അള്ളാഹു ഇത് കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. അള്ളാഹുവിന് ഇതിങ്ങനെ പരാതി കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അള്ളാഹുവിന്. നമുക്ക് ഒരാൾ ഇല്ല 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 എന്ന് 10 പ്രാവശ്യം പറഞ്ഞാൽ നമുക്ക് മുഷിപ്പ് വരും. ഒരാൾ 10 പ്രാവശ്യം അതില്ല ഇതില്ല എന്താ ചെയ്യാം, അങ്ങനെ 10 പ്രാവശ്യം ദാരിദ്ര്യം പറഞ്ഞ് നമുക്ക് മുഷിപ്പ് വരും. മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടം. നേരെ തിരിച്ച സ്വഭാവം. ഇറൈവാനിയിടം കയ്യേന്തുങ്കൾ അവൻ ഇല്ല എന്ന് ചൊല്ലുവതില്ലേ, പെരുമയോടെ കേട്ടു പാരുങ്കൾ അവൻ പൊക്കിശത്തെ മൂടുവതില്ലേ. അങ്ങനെ എന്തോ ഒരു തമിഴ് പാട്ടുണ്ട്. എത്ര ചോദിച്ചാലും അല്ലെ, അറിയോ? തെറ്റിയാ ഞാൻ പാടിയത്? ഇല്ല. എത്ര ചോദിച്ചാലും അള്ളാഹുവിന്റെ മുന്നിൽ അതൊരു മോശാവലല്ല. എന്തും ചോദിക്കാം. ഏതെങ്കിലും ഒരു ഉസ്താദിനെ കാണുമ്പോൾ ചോദിക്കുക, അള്ളാഹിനോട് ചോദിക്കുക. എങ്ങനെയൊക്കെ അപ്പൊ അതിന്റെ ഒരു അദബ്. ഒരു 3-4 കാര്യമുള്ളത് അങ്ങോട്ട് ശ്രദ്ധിച്ചാൽ അതുപോലെ അങ്ങോട്ട് ചോദിച്ചാൽ. ഞാൻ മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹ്ക്ക് വലിയ ഇഷ്ടാ, അള്ളാഹു കബൂലാക്കട്ടെ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അള്ളാഹുവോട് ഏറെ അടുത്തു, അതോടൊപ്പം ഏറെ പേടിച്ചു. കുടുംബത്തിന്റെ അകത്ത് സന്തോഷിച്ചു ഏറെ, എന്നാലും അള്ളാഹിനെ പേടിച്ചു. അള്ളാഹിനെ പേടിക്കുമ്പോഴാ ആ ജീവിതം അങ്ങനെ ആയത്. അള്ളാഹിനെ പേടിച്ചു നരച്ചു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾ മാത്രമല്ല അള്ളാഹിനെ പേടിച്ചത്, അമ്പിയാക്കൾ മാത്രമല്ല അള്ളാഹിനെ പേടിച്ചത്, മഹാന്മാരായ മലക്കുകൾ അള്ളാഹുവിനെ പേടിച്ചു. എന്തിനാ മലക്ക് പേടിക്കണേ? മലക്ക് ഇപ്പൊ എങ്ങനെ ജീവിച്ചാലും മലക്കായിട്ട് ജീവിക്കാം. മലക്കിന് നന്മയാ ചെയ്യാൻ കഴിയും. എന്നാലും മലക്ക് പേടിച്ചു. മലക്ക് ഇപ്പൊ എങ്ങനെ ജീവിച്ചാലും മലക്കായ വലില്ലാഹി യസ്ജുദു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മിൻ ദാബ
والملائكة وهم لا يستكبرون يخافون ربهم من فوقهم ويفعلون ما يؤمرون. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നഹൽ. മലക്കിന് എന്ത് പേടിയെന്നറിയോ? കേട്ടോളൂ. വലില്ലാഹി യസ്ജുദു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാ സൃഷ്ടികളും അല്ലാഹുവിന് ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ സുജൂദ് ചെയ്യുന്നുണ്ട്. ഭൂമിയിലുള്ള മിക്കവാറും സൃഷ്ടികൾ അല്ലാഹുവിന് സുജൂദ് ചെയ്യാണ്. അതോടൊപ്പം തന്നെ വൽ മലായികതു, അല്ലാഹുവിന്റെ കോടിക്കണക്കിന് മലക്കുകളും സുജൂദ് ചെയ്യുന്നുണ്ട്. വഹും ലാ യസ്തക്ബിറൂൻ, ഒരു കിബ്റുമില്ല അവർക്ക്. യഖാഫൂന റബ്ബഹും, മലക്ക് എങ്ങനെ സുജൂദ് ചെയ്യുന്നു? അല്ലാഹുവിനെ ഭയന്നതിന്റെ പേരിലാ. മിൻ ഫൗഖിഹിം, അവർക്ക് അവരുടെ തലക്ക് മുകളിൽ അല്ലാഹു ഉണ്ടെന്ന് തോന്നലാൽ അവർക്കൊരു ഭയമുണ്ട്. അവർ അല്ലാഹ് ഇന്ന് വരെ കൽപ്പിച്ചതൊന്നും ചെയ്യാത്തവരല്ല, എല്ലാം അതുപോലെ ചെയ്യുന്നവരാ. ഖാല റസൂലുള്ളാഹി, ഹബീബ് പഠിപ്പിക്കുന്ന ഒരു ഹദീസ് കേട്ടോളൂ. ഇന്ന ലില്ലാഹി മലായികതൻ ഫിസ് സമാഇസ് സാബിഅ സുജൂദൻ മുൻദു ഖലഖഹുമുല്ലാഹു ഇലാ യൗമിൽ ഖിയാമ. അല്ലാഹുവിന് ഒരു സംഘം മലക്കുകളുണ്ട്. അവരെ അല്ലാഹ് പടച്ച അന്ന് മുതൽക്ക് ഖിയാമത്ത് നാൾ വരെ അവർ സുജൂദിലാ. അവരുള്ളത് 7-ാം ആകാശത്തിലാ. അവരെ പടച്ചിട്ട് തന്നെ സുജൂദിലാ. അവർ ഖിയാമത്ത് നാൾ വരെ സുജൂദിലാ. അവരുള്ളത് 7-ാം ആകാശത്തിലാ. തർഅദു ഫറായിസുഹും മിൻ മഖഫത്തില്ലാഹ്. അവര് പിറന്ന അന്ന് മുതൽക്ക് ഖിയാമത്ത് നാൾ വരെ അവർക്ക് വിറയലാ. കൈകാലം വിറക്കും പേടിച്ചു കഴിഞ്ഞാൽ. അങ്ങനെയുണ്ടല്ലോ, നല്ല പേടിയുണ്ടെങ്കിൽ ഒപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കണവണാന്നായി പോകും. നല്ല പേടിയുണ്ടെങ്കിൽ കൈയും കാലും വിറയ്ക്കും, അത് ഉറപ്പല്ലേ? ഇവരെ പടച്ച അന്ന് മുതൽക്ക് അവരുടെ ഓരോ ശരീരഭാഗങ്ങളും കിടന്ന് വിറയ്ക്കാണ്. അവരുടെ ഇറച്ചി ഭാഗം തുളുമ്പാണ്, പേടിയാണ്, അല്ലാഹുവിനെ പേടിയാണ്. ഫഇദാ കാന യൗമുൽ ഖിയാമ റഫഉ റൂസഹും. ഖിയാമത്ത് നാളിൽ അവർ അവരുടെ ശിരസ് ഉയർത്തിയിട്ട് വിളിച്ചു പറയും, സുബ്ഹാനക മാ അബ്ദനാ ഹഖ ഇബാദതിക. അല്ലാഹുവേ, പടച്ചോനെ നീ പരിശുദ്ധനാ. ഇത്രയും നേരം നീ ഞങ്ങൾക്ക് തന്നിട്ട് ഇതുവരെ ഞങ്ങൾക്ക് നിനക്കായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അല്ലാ, നിന്നെ പേടിച്ചുകൊണ്ട് പറഞ്ഞു പോകും റബ്ബേ നിന്റെ മലക്കുകൾ. സയ്യിദുനാ റസൂലുള്ളാഹി പിറന്നു വീണത് തന്നെ സുജൂദിൽ ഖിയാമത്ത് വരെ. അവസാന സമയത്ത് അവർ തല ഉയർത്തിട്ട് പറയും, ഇത്രയും ടൈം ഞങ്ങൾക്ക് കിട്ടിയിട്ട് ഞങ്ങൾ ഇതുവരെ നിനക്ക് വേണ്ടി ഒരു ഇബാദത്തും ചെയ്തില്ലല്ലോ എന്ന് വിനയത്തോടുകൂടെ അവർ പറയും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി അഹ്മദ് സമർഖന്ദി അത് രേഖപ്പെടുത്തുന്നുണ്ട്.